Good afternoon. Good afternoon, Miss. Okay, start ചെയ്യാം. Okay, the next question. Find the incidence matrix of the following graph. Find the incidence matrix of the following graph. So, ഈ ഗ്രാഫിന്റെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് നിങ്ങൾ ഡ്രോ ചെയ്യേണ്ടത്. ബട്ട് ഹിയർ ദിസ് ഗ്രാഫ് ഈസ് ഡയറക്റ്റഡ് ഗ്രാഫ്. ഇതുവരെ നിങ്ങൾ പഠിച്ചതൊക്കെ എന്താണ്? അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിലാണ് ഇൻസിഡൻസ് മെട്രിക്സും adjacency matrix ഒക്കെ പ്ലോട്ട് ചെയ്തത്. ഹിയർ ദിസ് ഗ്രാഫ് ഈസ് ഡയറക്റ്റഡ്. സോ എങ്ങനെയാണ് ഇൻസിഡൻസ് മെട്രിക്സ് ഇവിടെ പ്ലോട്ട് ചെയ്യുക? ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വേർട്ടീസസ് ലിസ്റ്റ് ചെയ്യുക. V1, V2, V3, V4. Okay, the next edge E1, E2, E3, E4, E5, E6 and E7. Okay, അപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് E1 ഇൻസിഡൻറ്റ് ടു V1 then കറസ്പോണ്ടിങ് എൻട്രി എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലെങ്കിൽ E1ൻ്റെ രണ്ട് n വേർട്ടീസസ് ഏതാണോ ചെക്ക് ചെയ്യുന്നു കറസ്പോണ്ടിങ് അവിടെ 1 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യും. ബട്ട് ഹിയർ ഫസ്റ്റ് E1 ചെക്ക് ചെയ്യുക. ഓക്കെ, E1 എന്ന് പറയുന്ന എഡ്ജ് രണ്ട് n വേർട്ടീസസ് ഉണ്ട്, V1 ആൻഡ് V3. ബട്ട് ഹിയർ എഡ്ജ് ഇവിടെ നിന്ന് എന്താ? ഇൻസിഡൻറ്റ് ഔട്ട് ഓഫ് ദി വെർട്ടെക്സ്, റൈറ്റ്? ഹിയർ ദെൻ EI ഇൻസിഡൻറ്റ് ഇൻ ടു V3 അല്ലേ? ഒരു എഡ്ജ് ഒരു വെർട്ടെക്സ് ഇൻസിഡൻറ്റ് ഒരു വെർട്ടെക്സിന് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? 1 സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ എഡ്ജ് ഇൻസിഡൻറ്റ് ഇൻ ടു V3 ആണ്. സോ ഹിയർ -1. അടുത്തതൊക്കെ 0 സെറ്റ് ചെയ്യാം. സെയിം E2. E2ൻ്റെ രണ്ട് n വേർട്ടിസ് ഏതൊക്കെയാണ്? V3 ആൻഡ് V4. ഓക്കെ, സോ V3ന്ന് ലീവ് ചെയ്യുന്നു, V4ലേക്ക് എൻഡ് ചെയ്യുന്നു. സോ V3യുടെ ഇവിടെ എന്താ? 1. ഹിയർ -1. 0, 0. Then E3. n vertices ഏതൊക്കെയാണ് E3? V2, V4. E3 is incident out of V4 and incident into V2. 1, -1, 0, 0. The next edge E4. Okay, so here E4 incident out of V3 and incident into V2. 1, -1, 0, 0. Okay, the next E5. Okay, here E5 incident out of V1 and incident into V2. Okay, so 1, -1, 0, 0. The next E6 and vertices V1 and V4. Okay, so V4 here 1 and V1 -1, 0, 0. The next E7 and vertices are V3 and V4. Okay, so here 1, -1, 0, 0. Is this clear? Miss.
പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തോ? The next question, describe with examples the usage of incidence matrix to find two graphs G1 and G2 are isomorphic. Describe with examples the usage of incidence matrix to find two graphs G1 and G2 are isomorphic. Okay. ഫസ്റ്റ് നമ്മുടെ ഇൻസിഡൻസ് മെട്രിക്സിന്റെ ബേസിൽ ഈ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് വേണം? ഈ രണ്ട് ഗ്രാഫിന്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഡ്രോ ചെയ്യാം. നമ്മൾ തിയറം ഉണ്ട്, എന്തായിരുന്നു? രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് മെട്രിക്സ് എന്തായിരിക്കും? ഒന്നെങ്കിൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പെർമ്യൂട്ടേഷൻ ഓഫ് റോസ് ആൻഡ് കോളം ചെയ്താൽ അനദർ മെട്രിക്സ് കിട്ടും. തിരിച്ചു പറയാം അല്ലെ, രണ്ട് മെട്രിക്സിന്റെ പെർമ്യൂട്ടേഷൻ ഓഫ് റോസ് ആൻഡ് കോളം ചെയ്താൽ സെയിം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ കറസ്പോണ്ടിങ് എഡ്ജസ് ഗ്രാഫ്സ് എന്തായിരിക്കും? ഐസോമോർഫിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ വേണ്ടത് എന്താണ്? ഈ രണ്ട് ഗ്രാഫിന്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഒന്ന് ഡ്രോ ചെയ്യാം. ഒന്ന് പെട്ടെന്ന് ചെയ്തേ. One, 2, 3, 4, 5. Edges A, B, C, D, E, F. So here vertices V1, V2, V3, V4, V5 and edges E1, E2, E3, E4, E5, E6. First, this one G1 and G2. Then A of G1. ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഫസ്റ്റ് റോന്റെ എൻട്രീസ് എന്ന് പറഞ്ഞേ. കംപ്ലീറ്റ് ചെയ്തോ? 1 minute. One, 1, 0, 0, 0 and B and vertices 2 and 3. 0, 1, 1, 0, 0. The next C, and vertices 1, 3. 1, 0, 1, 0, 0. And next D and vertices are 1 and 5. 1, 0, 0, 0, 1. Then E and vertices 5 and 4. 1, 1, 0, 0, 0. Then F and vertices are 3, 4. 1, 1, 0, 0, 0. Okay. Then അതുപോലെ A of G2 plot ചെയ്യാം. Okay. So E1 രണ്ട് end vertices V1 and V2. 1, 1, 0, 0, 0. Then E2 ന്റെ കേസിൽ V2, V3. 1, 1, 0, 0, 0. Okay. Then E3 and vertices V1, V3. V1, V3. Okay. And E4. E4 ന്റെ കേസിൽ and vertices V2, V4. So here 1, 1, 0, 0, 0. Then E5 and vertices V5, V4. 1, 1,
0, 0, 0. Then V6 and vertices V1, V5. 1, 1, 0, 0, 0. ഇത് രണ്ട് മെട്രിക്സ് ഒന്ന് കമ്പയർ ചെയ്തേ, A of G1 and A of G2. A1 ഏതെങ്കിലും റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താൽ A2 എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുന്നുണ്ടോ? ടീച്ചർ ഡിയും എഫും ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടൂലേ? ഓക്കെ, വെരി ഗുഡ്. ഡി ആൻഡ് എഫ് ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A of G2 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? G1 and G2 are isomorphic. Is it clear? ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ആ തിയറത്തിന്റെ ബേസിലാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് വേണം? രണ്ട് ഇൻസിഡൻസ് മെട്രിക്സ് വരയ്ക്കുക, ഗ്രാഫിന്റെ കറസ്പോണ്ടിങ് ഇൻസിഡൻസ് മെട്രിക് വരയ്ക്കുക. ദെൻ ഫസ്റ്റ് ഇൻസിഡൻസ് മെട്രിക്സിന്റെ റോസ് ആൻഡ് കോളം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യുക. കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? G1 and G2 ആർ ഐസോമോർഫിക്. Is it clear? മിസ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോ. Then next question, find the fundamental cut set matrix and fundamental circuit matrix for the following graph. Find the fundamental cut set matrix and fundamental circuit matrix for the following graph. ഓക്കെ, ഇവിടെ ടേം ആണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ടേമാണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്. കഴിഞ്ഞ സിലബസിൽ ഈ ഒരു മെട്രിക്സും കൂടി പഠിക്കാനുണ്ട്. ബട്ട് നിങ്ങളുടെ സിലബസിൽ ഈ ഒരു മെട്രിക്സ് പഠിക്കാനില്ല. അത് ജസ്റ്റ് എന്താന്ന് പറയാം, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്. അതിനു മുന്നേ വാട്ട് യു മീൻ ബൈ കട്ട് സെറ്റ് മെട്രിക്സ്? സോ കട്ട് സെറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്, കട്ട് സെറ്റ് മെട്രിക്സിന്റെ റോസ് എന്തായിരിക്കും? കട്ട് സെറ്റ് ആയിരിക്കും. ആൻഡ് കോളം എഡ്ജസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നിങ്ങൾ എന്ത് വേണം? ഗ്രാഫിലെ കട്ട് സെറ്റ് ഫൈൻഡ് ചെയ്യുക, ദെൻ കട്ട് സെറ്റ് ലിസ്റ്റ് ചെയ്യുക. സോ ഓരോ കട്ട് സെറ്റിലും ഏതൊക്കെ എഡ്ജസ് ആണ് പ്രസന്റ്? കറസ്പോണ്ടിങ് എൻട്രി എന്തായിരിക്കും? 1 ആയിരിക്കും, അതർവൈസ് 0. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, V1, V2, V3, V4, E1, E2, E3, E4. ഫസ്റ്റ് ഇവിടെ ഏതൊക്കെയായിരിക്കും കട്ട് സെറ്റ്? E1, E3 ഒരു കട്ട് സെറ്റ് ആണ്. E1, E3. ദെൻ സെക്കൻഡ് വൺ E1, E2, and third one E2, E4, and fourth one E3, E4. Then C5, E1, E4, and C6, E2, E3. Okay. First കട്ട് സെറ്റ് ലിസ്റ്റ് ചെയ്യുക, ദെൻ മാട്രിക്സ് പ്ലോട്ട് ചെയ്യുക. റോസ് എന്തായിരിക്കും? കട്ട് സെറ്റ് ആയിരിക്കും C1, C2, C3, C4, E5 ആൻഡ് C6. ദെൻ കോളം എഡ്ജസ് ആയിരിക്കും E1, E2, E3 ആൻഡ് E4.
Okay, then first cut set ഏതൊക്കെ edges ഉണ്ട്? E1, E3. So corresponding entry 1, remaining 0. Then second cut set edges are E1 and E2. So here 1, here 1, 0, 0. And C3 edges are E2, E4. 1, 1, 0, 0. And the next one, C4. Edges are E3, E4. So here 0, 0, 1, 1. And next, C5. Edges are E1, E4. So here 1, 0, 0, 1. And next cut set, C6. Edges are E2, E3. 0, 1, 1, 0. Okay, clear ആണോ? ആ ടീച്ചർ ക്ലിയർ. Okay. Then next, fundamental cut set. Fundamental cut set. So in the fundamental cut set എന്ന് പറയുന്നത് fundamental cut set. What do you mean by fundamental cut set? So cut set അല്ലേ, അതിൽ ഒരു എഡ്ജ് എന്തായിരിക്കും? സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ച് ആയിരിക്കും. റിമൈനിങ് എഡ്ജസ് കോഡ്സ് ആയിരിക്കും. റൈറ്റ്? Miss. Then fundamental cut set matrix. Fundamental cut set matrix means ഇവിടെ റോസ് എന്തായിരിക്കും? Fundamental cut set and column edges. Okay, for example പറയാം. Okay, first നിങ്ങൾ എന്താണ് സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. സോ ഈ ഡബിൾ ലൈനിൽ വരച്ചതാണ് സ്പാനിങ് ട്രീ. ഓക്കെ, നെക്സ്റ്റ് എന്താ ഐഡന്റിഫൈ ചെയ്യണം? ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ഐഡന്റിഫൈ ചെയ്യാം. C1 എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? With respect to this spanning tree, number of fundamental cut set is n-1. Okay, here the number of vertices 4, 4 minus 1 equal to 3. So 3 fundamental cut sets ഉണ്ടാവും. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഓരോ ബ്രാഞ്ച് ആയിരിക്കും എന്ത് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് E1 ബേസ് ചെയ്തിട്ട് പറഞ്ഞ ഏതാണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ്? E1, E4. Then C2. Next one. E3 നെ ബേസ് ചെയ്തിട്ട് ഏതാണ്? Okay, E2, E4. Then C3, E3, E4. Okay. Next list ചെയ്യാം. C1, C2, C3, edges, E1. Okay. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഫോളോ ചെയ്തിട്ടുണ്ട്. സെയിം ഇവിടെ എന്താണ് ആ സ്റ്റാൻഡേർഡ് ഫോം ഫോളോ ചെയ്യണം. ഫസ്റ്റ് എന്ത് ലിസ്റ്റ് ചെയ്യണം? ഇവിടെ കോഡ് ലിസ്റ്റ് ചെയ്യാം. ദെൻ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചസ് ലിസ്റ്റ് ചെയ്യാം. E1, E2, E3. Then C1 അല്ലെ, C1 edges E1, E4.
E1, E4, 0, 0. And C2, the edges are E2, E4, right? 1, 0, 1, 0. And in case of C3, the edges are E3, E4, 1, 0, 0, 1. Is it clear? Miss. ഇവിടെ നോക്കി ഈ ഒരു പാർട്ട് എന്താ? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞ 3/4 അല്ലേ? 3/4. ഓക്കെ, ജനറൽ ഓർഡർ ആണ് വേണ്ടത്. ഈ 3 എന്താ? ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ആണ്. ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ് എത്രയാണ്? ഇക്വേഷൻ എന്താ? n-1. ഓക്കെ, n-1 by edge number of e. ഓക്കെ, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? അല്ലേ? 3 ആണ്. ഓക്കെ, എനിക്ക് ജനറൽ ആയിട്ടാണ് വേണ്ടത്. എന്തുകൊണ്ട് 3 എന്ന് പറയുന്നത്? ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ 3 ആണ്. ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ ജനറൽ ആയിട്ട് എന്ത് പറയാം? ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സിന് ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. BCIT. ഈ IT എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ദെൻ ഈ ITയുടെ ഓർഡർ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് എന്താ? ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ n-1. ദെൻ 3 പാർട്ട്. നമ്പർ ഓഫ് കോളംസ് 3 ആയിരിക്കും. Okay, so here E1, E2, E3 are branches of a spanning tree, right? So a graph with n vertices, then number of edges in the spanning tree is n-1. Okay, so the rank of this fundamental cut set matrix is n-1 by n-1. Is this clear? Teacher. Okay. Then, so complete this question. The question is, find the fundamental cut set matrix and fundamental circuit matrix for the following graph. First, you have to identify the spanning tree. Okay, so this is a spanning tree. Edges E1, E2, E3, E4, E5, E6, E7, E8. Okay, then with respect to this spanning tree, what are the chords and what are the edges? E3, E7, E8. Okay, then what are the branches?
ബാക്കിയുള്ളതല്ലേ? Okay. The remaining edges E1, E2, E4, E5, E6. Okay. The next find the number of fundamental cut set. The equation is n minus 1. Okay. Here the number of vertices 1, 2, 3, 4, 5, 6. 6 minus 1 equal to 5. And then next find the number of fundamental circuit. Equation is E minus n plus 1. So here E equal to 5. 5 minus 6 plus 1, which is equal to 4. Okay. The next you have to draw the fundamental cut set matrix and fundamental circuit matrix. So first fundamental circuit matrix. Then first identify the fundamental circuits C1. So what are the fundamental circuits? ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ സർക്യൂട്ട്? E1, E2. സോ കോഴ്സ് E9, E10 കൂടി കോഴ്സ് ഉണ്ട് കേട്ടോ. നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണെന്ന് പറഞ്ഞേ? 10 അല്ലേ? 10. ഓക്കെ. അപ്പൊ ഇവിടെ തെറ്റല്ലേ? ഓക്കെ. അപ്പോൾ 5 ഫണ്ടമെന്റൽ സർക്യൂട്ട്സ് കിട്ടും. ഓക്കെ. ഫസ്റ്റ് സർക്യൂട്ട് പറഞ്ഞേ. E1, E2, E9. E1, E2, E9. And the second one? E1, E2, E4, E5, E6, E3. Okay. E1, E2, E4, E3, E5, E6. Then next C3. E4, E5, E6, E8. E4. E5. Okay. E4, E5, E6, E8. Then E2, E4, E7. E1. E2, E4, E7. Okay. E1, E2, E4, E7. Then last one. E6, E5, E10. E6, E5, E10. Okay. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ നിങ്ങൾ? ആ. മെട്രിക്സ് ഡ്രോ ചെയ്യാം. E5, E6,
E7, E8, E9, E10. Okay. First is C1. Number of edges E1, 3 edges. Edges are E1, E2, E9. E1, E2, E9. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ മെട്രിക്സ്. Then C2. E1, E2, E3, E4, E5, E6. Then C3, E4, E5, E6, E8, 0, 0, 0. Then C4, edges E1, E2, E4, E7, 0, 0, 0, 0, 0, 0. Then C5. Edges are E6, E5, E10, 0, 0, 0, 0, 0, 0, 0. Is clear? Miss. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തോ? ഹലോ. ഓക്കെ. So the next find fundamental cut sets. Okay, so number of fundamental cut set is n minus 1. Okay, the number of vertices is 6. 6 minus 1 equal to 5. Then അതൊക്കെയായിരിക്കും fundamental cut set എന്ന് പറഞ്ഞത്. ഫണ്ടമെന്റൽ കട്ട് സെറ്റിലെ ഒരു ബ്രാഞ്ച് എന്തായിരിക്കും? E1, E9, E7, E3. Okay. E1, E9, E7, E3. Then C2, E3, E8, E10, E6. E3, E8, E10, E6. And C3, E2, E9, E7. E2, E9, E7, E3. Then C4, E5. E3 വരുമോ? ഇതാ ഈ ഒരു പാട്ട്. എഡ്ജസ് റിമൂവ് ചെയ്താലല്ലേ ഡിസ്കണക്ട് ആവുന്നത്. Then C4, E5, E10, E8, E3. Then C5. ഈ ഒരു പാട്ട് റിമൂവ് ചെയ്യാം. E4, E7, E8, E3. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ കട്ട് സെറ്റ്. ദെൻ ഈ ഫണ്ടമെന്റൽ കട്ട് സെറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാം. എഡ്ജസ് ലിസ്റ്റ് ചെയ്യുക, എൻട്രീസ് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ആണോ? Miss. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നതാണ്.
ഒരു ഗ്രാഫ് തരും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്, ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സും കട്ട് സെറ്റ് മെട്രിക്സും പ്ലോട്ട് ചെയ്യാം. ബട്ട് നിങ്ങളുടെ സിലബസിൽ ഫണ്ടമെന്റൽ കട്ട് സെറ്റ് ഇല്ല, സോറി കട്ട് സെറ്റ് മെട്രിക്സ് പറയുന്നില്ല. സോ ഇൻ കേസ് വന്നാലും നിങ്ങൾ എഴുതാം.